അപ്പം ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കീം എക്സാം ആണല്ലോ. കീം എക്സാം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീം എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമില്ല, ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പറയുന്നവർ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റത്തെ തന്നെ നമ്മളൊരു കീം എക്സാം എൻട്രൻസ് ആണല്ലോ. അപ്പോൾ പ്രവേശനമായിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ട്. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സാധനം നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം, എന്തായാലും കൊണ്ടുപോകണം. ഈ സാധനം ഇല്ലാണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. അത് എല്ലാവരും ഓർത്തുകൊള്ളുക. പിന്നെ പറയേണ്ടതാണ് നമ്മളെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ID, എക്സാമ്പിൾ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ID എക്സെട്ര. എല്ലാവരും ആധാർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ആധാർ എല്ലാവരും കൊണ്ടുപോവുക. ആധാർ കൊണ്ടുപോയി, അല്ലെങ്കിൽ സ്കൂൾ ID മീൻസ് അത് ഐഡൻറ്റിറ്റി കാർഡില്ലേ അത്. പിന്നെ ഉള്ളതാണ് സമയം എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ സമയബന്ധിതമായിരിക്കണം നമ്മൾ ഓരോ നീക്കങ്ങളും. അതിലാരാണോ വിജയിക്കുന്നത് അതായിരിക്കും ആ റാങ്ക് നിർണ്ണയം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ പറയുന്നതാണ് അതിൽ പറയാനുള്ളത് മെയിനായിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ വേഗം എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മളെ എക്സാമിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ എന്തായാലും സെൻറ്ററിൽ എത്തിച്ചേരണം, റിപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടത്തി വിടാൻ വലിയ പ്രശ്നമായിരിക്കും. അത് ഓരോ സെൻറ്റർ പോലെയല്ല ഇരിക്കുമോ, അത് ശരിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും റിസ്ക് എടുക്കണ്ട. പരീക്ഷയിലല്ലേ, നേരത്തെ പോവുക, നേരത്തെ സെൻറ്ററിലെത്താൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതാണ് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനം. നേരത്തെ പറഞ്ഞു, മെയിനായിട്ട് എന്തായാലും നമ്മൾ കൊണ്ടുപോകേണ്ട സാധനമാണ് അഡ്മിറ്റ് കാർഡും ID പ്രൂഫ്. ഈ സാധനം ഇല്ലാണ്ട് എന്തായാലും പുറത്തുള്ള കയറ്റൂല. പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഈ 2 സാധനം എന്തായാലും വേണം. ഓക്കെ. പിന്നെ വേണ്ടത് നമുക്കൊരു ബോൾ പെന്നാണ്. ബോൾ പെന്ന് മീൻസ് അറിയാലോ, സാധാരണ ലെക്സി, ഇൻവെസ്റ്റിഗേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. ഈ വലിയ പൈസേൻ്റെ ഈ ജെല്ല് പോലത്തതും അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകണ്ട. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബ്യൂട്ടി ഉണ്ടാവല്ലോ, അത് അവർ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സാധാ പെന്നില്ലേ, സാധാ മീൻസ് റീഫില്ലർ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റണം. ഗ്ലാസ് പോലത്തെ ആ പെന്ന് കൊണ്ടുപോയാൽ മതി. പിന്നെയുള്ള സംശയമായിരിക്കും റഫ് പേപ്പർ. നമുക്ക് ചെയ്തു നോക്കേണ്ടിയിട്ടുള്ള റഫ് പേപ്പർ എന്താ ചെയ്യുക, നമ്മൾ കൊണ്ടുപോകണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒന്നും വേണ്ട, ആടുന്ന് തരൂ. നിങ്ങൾക്ക് റഫ് പേപ്പർ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത വേണമെന്നുണ്ടെങ്കിൽ കൈവെക്കുക, ഇൻവിജിലേറ്റർ ഓണം തരും. ഒരു കാരണവശാലും അങ്ങേപ്പുറത്തെ കുട്ടീനോട് ഇൻട്രാക്ട് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ സമയത്തിനെയും ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ അങ്ങേപ്പുറമുള്ള പിള്ളേർ ചിലപ്പോൾ തിരിഞ്ഞു നോക്കണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് അങ്ങേപ്പുറം നോക്കി എഴുതാമെന്നൊന്നും വിചാരിച്ചിട്ടാലും പോകണ്ട, അതൊന്നും നടക്കുന്നതല്ല. നമ്മൾ തന്നെ നോക്കുക, അത്ര തന്നെ. അല്ലാണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും കൈ പൊക്കുന്നു, ഇൻവിജിലേറ്റർ പറയുന്നു. എൻ്റെ അറിയാലോ, കമ്പ്യൂട്ടർ ബേസ്ഡാണ് എക്സാം. നമുക്ക് ഒരു മോണിറ്ററും ഒരു മൗസും മാത്രമേ ഉണ്ടാവും, മറ്റേ കീബോർഡ് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാ ഫങ്ഷനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് മൗസ് വെച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റം എററാവോ അല്ലെങ്കിൽ മൗസ് വർക്ക് ചെയ്യണ്ടാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ പിള്ളേരോട് പറയാണ്ട് ഇൻവിജിലേറ്ററോട് കാര്യം പറയുക. ഇൻവിജിലേറ്റർ വന്നിട്ട് സിസ്റ്റത്തിനാണ് പ്രശ്നമെങ്കിൽ സിസ്റ്റം നിങ്ങൾക്ക് മാറിത്തരും. മൗസ് അങ്ങനെ എന്തെങ്കിലും മൗസ് മാറിത്തരിക ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾക്ക് സിസ്റ്റം എറർ കാണിച്ചത് ആ ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ അടുത്ത സിസ്റ്റം നിങ്ങൾക്ക് എടുത്തു തരുന്നേരം ഇവർക്ക് ടൈം ആക്കാൻ പറ്റും. എപ്പോഴാണോ ഇത് നിന്ന് പോയത് ആ ടൈം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു കണക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്തു തരും. അത് നിങ്ങളുടെ സമയത്തിനാണ് ബാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ കണ്ട് നല്ല ഒരു ലെവൽ കൂടിയതാണ് നിങ്ങൾക്ക് തോന്നി, അപ്പോൾ നിങ്ങൾ അതുമ്പോൾ തന്നെ സമയം സ്പെൻഡ് ചെയ്യാറ്. നിങ്ങൾ കിട്ടൂല, എങ്ങനെ ഒരു നമുക്കുണ്ടാവില്ല ഇത് കിട്ടോ ഇല്ലയോ എന്നുള്ളത്, അത് നോക്കി കളിക്കുക. മീൻസ് ഒഴിവാക്കുക. എന്താ 150 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 ക്വസ്റ്റ്യനും ആരും എഴുതാനൊന്നും പോകുന്നില്ല. നമുക്കറിയുന്നത് തെറ്റുകൂടാണ്ട് എഴുതുക. നമുക്കറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ശരിയായ 4 മാർക്കാണ്. അഥവാ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് പോകുന്നുള്ള ആലോചിക്കുക. സാധാരണ നമ്മളെ ബോർഡ് എക്സാമിലില്ലെങ്കിൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പോയി
നമുക്ക് കിട്ടിയതാടെ തന്നെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ എത്രയാണോ മാർക്ക് അത് പോയി എന്നുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല. റെഡിക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് 5 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകുന്നുള്ള ആലോചിക്കുക. അത്രമാത്രം ആലോചിക്കുന്നു. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ, ഓപ്ഷൻസാണ്. ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ, നമുക്ക് എല്ലാവർക്കും അറിയാം. 5 ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ 5-ൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യുക എന്നുള്ളത് അതിനാരും നിൽക്കറ് കറക്കി കുത്താനേ പാടില്ല. കാരണം വെച്ചാൽ നിങ്ങളൊരു 10 ശരിയാക്കി വിചാരിക്കും, 10 ശരിയാക്കി നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടി. ഇനി 10 ശരിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ച് ഇതെല്ലാം ആയിരിക്കും എന്നുള്ള രീതിയിൽ കുറച്ചെണ്ണല്ലോ മാർക്ക് ചെയ്ത് വെച്ച് ഒരു 20 മാർക്ക് ചെയ്ത് വെച്ച് 20 തെറ്റാങ്കില്ലേ 40 20 അങ്ങ് പോകും. പിന്നെ 20 ബാക്കിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 40 വേണോ അല്ലെങ്കിൽ 20 വേണോ? അപ്പോൾ അറിയുന്ന മാത്രം ചെയ്യുക. അറിയുന്നതും പിന്നെ ഗസ് അടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഗസ് അടിക്കാൻ പറ്റും. അത് നോക്കിയിട്ട് ചെയ്യാം. ഏകദേശം ഉള്ളതല്ലോ. അധികം ഒന്നും ഗസ് അടിക്കുന്നുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് മാത്രം അടിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇത് തെറ്റിയാൽ എൻ്റെ എത്ര പോകുന്നുള്ളതും കൂടി ആലോചിച്ചിട്ട് ചെയ്യുക. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് ഓരോ കുട്ടിയെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അത് ബേസ്ഡ് ആയിരിക്കും. പിന്നെ അങ്ങേപ്പുറത്ത് അവനോട് ചോദിക്കും 1 ഏതാ 2 ഏതാന്ന് ചോദിക്കണ്ട. ഇത് കൈകൊണ്ട് കളിച്ചാൽ മതിയല്ലോ. അത് നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ ഒന്നായിരിക്കില്ല ഓല ഒന്ന്. ക്വസ്റ്റ്യൻസ് ഫുള്ള് റീഅറേഞ്ച്ഡ് ആയിരിക്കും. 150 ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാലോചിക്കുക. എത്ര വേണേൽ റീഅറേഞ്ച് ചെയ്യാമല്ലോ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എല്ലാം പഠിച്ചില്ല നമ്മൾ, അറിയാലോ എല്ലാവർക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ ഡ്രസ് കോഡായിരിക്കും നിങ്ങൾക്ക് സംശയം. ഒന്നുമില്ല. ഡ്രസ് കോഡ് വെച്ചാൽ സാധാ ഡ്രസ്സ് ഇട്ട് പോവുക. സാധാ ഡ്രസ്സ് മീൻസ് സിമ്പിളായിട്ട് ഡ്രസ്സ്, അധികം പോക്കറ്റൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. അതാണ് വേണ്ടത്. വേറെ നമ്മൾ ഒന്നും ഇട്ടിട്ട് പോലും മീൻസ് ഓവർ കോട്ടൊക്കെ ഉണ്ടാവില്ലേ, കോട്ടലുള്ള അങ്ങനത്തെ കോട്ട് പരിപാടി, അങ്ങനത്തെ പരിപാടിയില്ല. സാധാ സിമ്പിൾ ഇട്ടിട്ട് പോവാം. അറിയാലോ സിമ്പിളെല്ലാം. അത്രയേ ഉള്ളൂ. കളറിനൊന്നും പ്രാധാന്യമില്ല. ഏത് കളറൂടെ ഒരു പ്രശ്നമില്ല. പിന്നെ അവിടെ വിലക്കിയ വസ്തുക്കൾ അറിയാം, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ഒന്നുകൂടിയും പറയുക, അറിയാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, കാൽക്കുലേറ്റർ, ബ്ലൂടൂത്ത് ഡിവൈസസുകൾ, ഇങ്ങനെ ഇത്തരം സാധനങ്ങളെല്ലാം നിരോധിച്ചതാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങളെ കൈവശം ഉണ്ട്, എങ്ങനെ നിങ്ങളത് കടത്തി വിട്ടെന്ന് വിചാരിച്ച് നിങ്ങളെടുക്ക സാധനം ഉണ്ട്, പക്ഷെ നിങ്ങളെ കടത്തി വിട്ട് എങ്ങനെ അതിൻ്റെ എക്സാം എഴുതുന്ന ഇടയിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ഒന്നാമത് ആലോചിക്കണം, നമ്മൾ സ്കൂളോ നമ്മൾ കണ്ട ടീച്ചർമാരോ അങ്ങനെ നമുക്കറിയുന്ന ആരുമല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് എഴുതുന്ന പരീക്ഷ, അതിൻ്റേതായ പ്രാധാന്യം അതിന് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നാൽ പ്രശ്നം ഉണ്ടാവുന്ന അതല്ല, ഓരോ സെൻറ്റർ പോലെ ഇരിക്കും. എന്തായാലും അതൊന്നും ചെയ്യാണ്ടിരിക്കുക. നമുക്കറിയുന്ന എഴുതി പോകുക, കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. വേറൊന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അറിയാലോ, നല്ലവണ്ണം വായിക്കണം. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻസ് നല്ലതെന്ന് മീൻസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലെങ്കിൽ പോകുന്ന പോലെ ആയിരിക്കും. കറക്റ്റ് സെലക്ട് ചെയ്താൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, കറക്റ്റും ഉണ്ടാവും. അത് റെഡിക്ക് വായിച്ചു പോകണം, ഇല്ലേ കാര്യം പോക്കാം. കാരണം വെച്ചാൽ നമ്മൾ അതിൽ വേറെ മാർക്ക് ചെയ്യും. ഇൻകറക്റ്റ് ചോദിച്ചിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യും. നമ്മൾ അത് കണക്കൂട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല ഇത് കിട്ടുന്നുള്ള പോലെ. നമ്മളത് കണക്കൂട്ടിയിട്ട് വെക്കണ്ട. നോക്കുന്നേരം നമ്മൾ ചെയ്ത് തെറ്റായിരിക്കും. സംഭവം നമുക്ക് എല്ലാം അറിയാം, പക്ഷേ എങ്കിൽ ഇൻകറക്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റാണ് മാർക്ക് ചെയ്തത്. നമുക്ക് എല്ലാം ശരിയാണല്ലോ മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ ആലോചിച്ച് വെച്ചാൽ ഇൻകറക്റ്റാണ് ചോദിച്ചതെങ്കിൽ, ഇൻകറക്റ്റാണ് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ ചോദിച്ചെങ്കിൽ 1 ഇൻകറക്റ്റ് ഉണ്ടാവും, ബാക്കി 4 കറക്റ്റായിരിക്കും. ഇനിയുള്ളത് കറക്റ്റാണ് ചോദിച്ചെങ്കിൽ 4 ഇൻകറക്റ്റ്, 1 കറക്റ്റ് ആയിരിക്കും. അത് മാത്രം നാലേക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 1.5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കൂടിപ്പോയി 2 മിനിറ്റ്, അതിലപ്പുറം പോകും. പിന്നെ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കിട്ടിയ പാട് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഏടില്ല അറിയുക. മാത്സിൻ്റെ പാട്ടാണ് നിങ്ങൾ കുറച്ചുകൂടി നല്ലോണം നോക്കേണ്ടത്. മാത്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കും കൂടും. ആ ഒരു ഭാഗം കുറച്ച് നല്ലോണം നോക്കുക. നമ്മൾ പഠിച്ചിട്ട് പോകല്ലേ, നോക്കുക. എന്തായാലും നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. വേറൊന്നുമില്ല. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഒന്നാമത്തെ ആൻസർ എ ആണെന്ന് വിചാരിക്കുക, നമുക്ക് കിട്ടിയ കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കുന്ന എ അല്ല ബി ആ വിചാരിക്കുന്നതല്ലേ. നമ്മൾ കുറച്ചിങ്ങനെ ആലോചിച്ച് ബി ആൻസർ നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ സാധാ OMR ആണെങ്കിൽ നമ്മൾ എ കുത്തിപ്പോയിട്ടുണ്ടാവും, പിന്നെ ബി കുത്താനാവില്ല. പക്ഷേ എങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പരീക്ഷ കഴിയുന്നവരെ നിങ്ങൾക്ക് മാറ്റി കുത്താനും പാടും. എ അല്ല ബി ആക്കണേ ബി ആക്കാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എല്ലാം നോക്കുക. പിന്നെ
അത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊന്നും പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക. നാളെ ഷിഫ്റ്റുള്ള ആൾക്കാരുണ്ടാവും. ഒന്നുമില്ല, നോക്കുക. നിങ്ങൾ അധികം പരീക്ഷൻ്റെ ഈ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഇടയിലൊന്നും പോയി നോക്കാനൊന്നും പോകണ്ട. അതൊന്നും മനസ്സിലുണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയുന്നത്, ഉണ്ടാവുന്നല്ലേ വെറുതെ പറയുന്നത്. അപ്പം നിങ്ങളെന്താ നോക്കിയിട്ട് പോവുക, വേറൊന്നും പഠിക്കണ്ട. അറിയുന്ന ഇത് അധികം. പിന്നെയുള്ള മെയിനായിട്ട് പറയാനുള്ളത് അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾ വെറുതെ ഒത്തിരിക്കണം. കാരണം വെച്ചാൽ 15 മിനിറ്റായിരിക്കും ഏറ്റവും കൂടുതൽ എറർ ഉണ്ടാവുക. എറർ മീൻസ് 150 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. കാരണം വെച്ചാൽ എല്ലാ ആൻസറും അവിടെ ഉണ്ട്. നമുക്ക് ABC കുത്തുപോകണ്ടു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവസാനം ഒരു 10 എണ്ണം നമുക്ക് അങ്ങ് ചെയ്ത് നോക്കാം. ചിലപ്പം കിട്ടിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവസാനത്തെ 5 മിനിറ്റിൽ ഒരു 10 എണ്ണം കുത്തും. കുറച്ച് നേരം ഇനിയും സമയമുണ്ടല്ലോ, ഒരു 10 കൂടിയും കുത്താം. ഇങ്ങനെ കുത്തും. അവസാനം നിങ്ങൾ ആദ്യം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് ശരിയാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് മാർക്കും കൂടി അവസാനം പോവുക. കാരണം ഏറ്റവും കൂടുതൽ തെറ്റുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇടവരുത്തരുത്. 4 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 4 നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ എൻട്രൻസിൻ്റെ അകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന 20 ക്വസ്റ്റ്യൻ എഴുതുക, ആടെ നിർത്തുക. ഇനി ബാക്കി കിട്ടുമെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, പേപ്പർ മേടിക്കുക, എഴുതി നോക്കുക, കിട്ടുമോ നോക്കുക. എന്തെങ്കിലുമല്ലോ ഈ എലിമിനേഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട്. അല്ലാണ്ട് വെറുതെ തന്നെ ആരും പോയി കുത്താൻ പാടില്ല. കുത്തിയാൽ മാർക്കുക, അത്രയാണ്. വേറൊന്നുമില്ല, അതൊന്നും പറയാനില്ല. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, റെഡി. ബാക്കി ശരി, അടുത്ത വീഡിയോ കാണാം.